സ്മാർട്ട് ഗോൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് ആദ്യം വേണ്ടതെന്ന് സ്പെസിഫിക് ആയിരിക്കും. നമ്മുടെ ലക്ഷ്യം വ്യക്തമായ ലക്ഷ്യമായിരിക്കും. ഇപ്പൊ ഉദാഹരണമായിട്ട് എനിക്ക് ലക്ഷ്യം ഒരു ബിസിനസ്സുകാരനായി മാറുന്നു എന്നുള്ളത് ലക്ഷ്യം ഒരു ആഗ്രഹമാണ്. എന്നാൽ എനിക്ക് ഒരു മികച്ച ഒരു പ്രൊഡക്റ്റ് ആ പ്രൊഡക്റ്റ് ഉത്പാദിപ്പിച്ച് അത് ആൾക്കാരിലേക്ക് എത്തുന്ന ഒരു ബിസിനസ്സുകാരായി മാറണം എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു വ്യക്തമായ ലക്ഷ്യമായിട്ട് മാറും. ലക്ഷ്യം വെറുതെ ലക്ഷ്യം വെച്ചിട്ട് മാത്രം കണ്ടത് എന്താണെന്നുള്ള വ്യക്തത ആദ്യം ഉണ്ടാകും. ക്ലാരിറ്റി ഇല്ലാത്ത ഏതൊരു കാര്യവും അത് ഒരു വ്യക്തമില്ലാത്ത ഒരു കാര്യം വിജയിക്കില്ല. രണ്ടാമത് സ്മാർട്ട് ഗോളിലെ എം മെഷറബിൾ. മെഷറബിൾ എന്ന് പറഞ്ഞാൽ അളക്കാൻ പറ്റുന്നത്. നമ്മുടെ ഗോൾ അളക്കാൻ പറ്റുന്ന ഗോളായിരിക്കും. മൂന്നാമത്തെ കാര്യമാണ് അച്ചീവബിൾ. അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കും. നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കണം, നമുക്ക് സാധിക്കുന്ന കാര്യമായിരിക്കണം. അടുത്തുള്ള കാര്യം റെലവൻസ്. റെലവന്റ് നീഡ്സ് നമുക്ക് ജീവിത മൂല്യമായി ചേർന്ന് നിൽക്കുന്ന കാര്യമായി. ഇമോഷണലായിട്ട് ആരെങ്കിലും തോൽപ്പിക്കാനായിട്ട്, ആരെങ്കിലും വെല്ലുവിളിക്കാനായിട്ട് ഒരു കാരണവശാലും ഒരു ഗോളും സെറ്റ് ചെയ്യരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം. ലാസ്റ്റുള്ള കാര്യമാണ് ടൈം ബൗണ്ട്. സമയബന്ധിതമായിരിക്കണം, ടൈം ബൗണ്ട് ആയിരിക്കണം. നമ്മൾ സമയത്തിന് ഇത് പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും. അപ്പൊ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഗോളാണ് സെറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള ആൾക്കാരാണ് 3% ആൾക്കാർ സമ്പൂർണ്ണ വിജയം വരിക്കുന്ന ആൾക്കാരായിട്ട് മാറുന്നത്. അപ്പൊ അവർ സ്പെസിഫിക് ആണ്, മെഷറബിൾ ആണ്, അച്ചീവബിൾ ആണ്, റെലവന്റ് ആണ്, അതോടൊപ്പം തന്നെ ടൈം ബൗണ്ട് ആണ്, സമയബന്ധിതമാണ്. നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ 5 കാര്യങ്ങൾ, സ്മാർട്ട് എന്ന് പറയുന്ന ആ ഒരു 5 കാര്യങ്ങളിൽ നിന്നിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്.